ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ ഇഷ്ടപരമ്പരയുടെ ഇന്നത്തെ പുതുപുത്തൻ വിശേഷങ്ങളിലേക്ക് ഏവർക്കും സ്വാഗതം. ദേവി ആനന്ദിനോട് പറയാണ്, ആനന്ദേട്ട, ഞാൻ കാരണമല്ല നമ്മുടെ കുഞ്ഞ് നഷ്ടപ്പെട്ടത്, എൻ്റെ ശ്രദ്ധക്കുറവ് കൊണ്ടല്ല, ഒന്ന് വിശ്വസിക്കുക ആനന്ദേട്ട എന്ന് പറയാ. മിണ്ടരുത് നീ, ഒരു ന്യായീകരണം എനിക്ക് കേൾക്കണ്ട. എൻ്റെ കുഞ്ഞിനെ ഇല്ലാതാക്കിയിട്ട് എന്നോട് ഇങ്ങനെയൊക്കെ സംസാരിക്കാൻ നിനക്ക് എങ്ങനെ തോന്നുന്നടി എന്ന് ചോദിച്ചാൽ ആനന്ദ് ദേഷ്യപ്പെട്ടങ്ങ് എഴുന്നേക്കുവാണ് കേട്ടോ. അത് കാണുന്ന ദേവിക്ക് ദേഷ്യവും വാശിയും സങ്കടവും എല്ലാം കൂടി വന്ന് ദേവിയും ദേഷ്യപ്പെടുക. ആനന്ദേട്ടാ, നിങ്ങളുടെ ഭാര്യയുടെ പരിഗണനയൊന്നും എനിക്ക് തരണ്ട, പക്ഷേ കുഞ്ഞിനെ നഷ്ടപ്പെട്ട ഒരമ്മയുടെ മാനസികാവസ്ഥ മനസ്സിലാക്കി ആ ദയ എന്നോട് തോന്നി ആ രീതിയിലെങ്കിലും ഒന്ന് സംസാരിക്കണം. ഞാനും ഒരു സ്ത്രീയാ, എൻ്റെ വേദനയും കൂടി ഒന്ന് മനസ്സിലാക്കി നിൽക്കുക ആനന്ദേട്ടാ എന്ന് പറഞ്ഞ് ദേവി ആനന്ദിന്റെ മുന്നിൽ പൊട്ടിക്കരയാ. ആ കാണുന്ന തൊട്ടിലുണ്ടല്ലോ, ആ തൊട്ടിൽ കണ്ടപ്പം എൻ്റെ നെഞ്ച് പെടയുമായിരുന്നു. ഞാൻ എങ്ങനെ ഇവിടെ ഈ റൂമിൽ നിൽക്കുന്നതെന്ന് എനിക്കേ അറിയത്തുള്ളൂ എന്നും പറഞ്ഞ് ദേവി വീണ്ടും ആനന്ദിന്റെ മുന്നിൽ കരയുമ്പം ആനന്ദിനങ്ങ് വാശി കൂടുക. അപ്പോൾ ആ തൊട്ടിലിൻ്റെ അടുത്തേക്ക് ചെല്ലുകയാണ് കേട്ടോ ആനന്ദ്. എന്നിട്ട് അത് വലിച്ചെടുത്തിട്ട് ചോദിക്കും, ഇത് കാണുമ്പോഴാണോ നിനക്ക് നെഞ്ചു പൊട്ടുന്നത് എന്ന് ചോദിക്കുകയാണേ. തൊട്ടിലെടുത്ത് വലിച്ച് കീറി കളയാനായിട്ട് തുടങ്ങുക. അത് കാണുന്ന ദേവിക്ക് സങ്കടം വരിക. ആനന്ദേട്ട, പ്ലീസ് ആനന്ദേട്ട, അത് നശിപ്പിക്കല്ലേ ആനന്ദേട്ട, എൻ്റെ കുഞ്ഞിനെ പറ്റിയുള്ള അവസാനത്തെ ഓർമ്മയാ ആ തൊട്ടിൽ, അതുകൂടി ഇല്ലെന്നാക്കല്ലേ. വേണ്ട, കുഞ്ഞിനെ നഷ്ടപ്പെട്ടു, ഇനി ആർക്ക് വേണ്ടിയാ ഇവിടെ തൊട്ടിൽ മേടിച്ച് വെച്ചിരിക്കുന്നത്, എല്ലാം നശിക്കട്ടെ, എല്ലാം നശിച്ചു പോട്ടെ എന്ന് പറയുകയാണേ. എന്നിട്ട് ആനന്ദിൻ്റെ കയ്യിൽ നിന്ന് ആ തൊട്ടിൽ പിടിച്ചു വാങ്ങാനായിട്ട് ദേവി നോക്കും. പക്ഷേ ആനന്ദിൻ്റെ കൈക്കരുത്തിന് മുന്നിൽ ദേവിക്ക് പിടിച്ചു നിൽക്കാനായിട്ട് സാധിക്കുന്നില്ല. ആനന്ദ് ദേവിയെ പിടിച്ചൊരു ഉന്തും. ആ ഉന്തിൻ്റെ ബലത്തിൽ ദേവിയുടെ കൈ തട്ടി അവിടെ ഇരുന്നൊരു ഫ്ലവർ വേഡ്സ് താഴെ വീഴും. ആ ശബ്ദം കേട്ടുകൊണ്ട് ഗോമതി വരിക. എടാ ആനന്ദേ, നീ എന്ത് ഭ്രാന്താടാ ഈ കാണിക്കുന്നേ? ആശുപത്രിയിൽ നിന്ന് വന്ന പെണ്ണുമായിട്ടാണോ നിന്റെ മൽപ്പിടുത്തം? നീ എന്നതാ ഈ വലിച്ചു കയറി കളയുന്നേ? എടാ നിനക്കിത് എന്ത് പറ്റിയടാ? നിന്റെ ഭ്രാന്തൊന്ന് അവസാനിപ്പിക്കുക എന്ന് പറഞ്ഞ് ഗോമതി ആനന്ദിൻ്റെ അടുത്തേക്ക് ചെല്ലുക. നിങ്ങളെ ആരാ ഇപ്പം ഇങ്ങോട്ട് ക്ഷണിച്ചത് എന്ന് ഗോമതിയോടൊപ്പം ആനന്ദ് ചോദിക്കുക. അപ്പോൾ ഗോമതിയാണ് ഞെട്ടി നിൽക്കുകയാണ് കേട്ടോ ആനന്ദിൻ്റെ ഈ രീതിയിലുള്ള പ്രതികരണത്തിൽ. തന്നോട് യാതൊരു ബഹുമാനവും ഇല്ലാത്ത രീതിയിലുള്ള സംസാരം കേട്ട് വിശ്വസിക്കാനാകാതെ നിൽക്കുക. അപ്പം ഗോമതിയുടെ ആ മാറ്റം ശ്രദ്ധിച്ചാൽ ദേവിക്ക് സങ്കടം വരും. ആനന്ദേട്ടാ, എന്തൊക്കെയാ ഈ പറയുന്നേ? നിങ്ങളുടെ അമ്മയോടാ നിങ്ങൾ സംസാരിക്കുന്നേ എന്ന് പറയാ. നീ എന്താടാ എന്നെ വിളിച്ചേ എന്ന് ഗോമതി ചോദിക്കുക. നിങ്ങളുടെ കാര്യം നോക്കി ഒന്ന് പോയേ എന്ന് അപ്പം വീണ്ടും ദേഷ്യപ്പെട്ട് ഗോമതിയോട് പറയണം കേട്ടോ. ഗോമതിക്ക് വിശ്വസിക്കാൻ സാധിക്കുന്നില്ലേ. അപ്പം ദേവിയും ആകെ എന്ത് ചെയ്യണമെന്നറിയാതെ നിൽക്കുക. എന്നിട്ട് ആനന്ദ് ദേഷ്യപ്പെട്ട് പുറത്തേക്ക് ഇങ്ങോട്ട് ഇറങ്ങി പോവാ. ആനന്ദിൻ്റെ ഈ മാറ്റം ഗോമതിക്ക് ഉൾക്കൊള്ളാൻ സാധിക്കുന്നില്ല കേട്ടോ. എന്ത് സങ്കടങ്ങളും വിഷമങ്ങളും ഉണ്ടായാലും തന്നോട് ഒരിക്കലും എതിർത്ത് പറയാത്ത തൻ്റെ മകനാ ഇന്ന് തൻ്റെ മുഖത്ത് നോക്കി അമ്മയെന്ന് പോലും അഭിസംബോധന ചെയ്യാതെ നിങ്ങളെന്ന് വിളിച്ചിരിക്കും. ഗോമതിയുടെ കണ്ണുകളൊക്കെ ചുമന്ന് നിറയുക. അപ്പം ദേവി അടുത്തേക്ക് ചെല്ലുക. അമ്മേ എന്നും പറഞ്ഞ് വിളിക്കുക. അപ്പം ഗോമതിക്ക് എന്ത് പറയണമെന്ന് അറിയാതെ നിൽക്കുക. എന്നിട്ട് ഗോമതി പുറത്തേക്ക് ഒന്നും മിണ്ടാതെ ഇറങ്ങി പോവാണ് കേട്ടോ. അപ്പം എല്ലാം കൂടി ദേവിക്ക് ആകെ സങ്കടം വരിക. ആനന്ദിൻ്റെ ഈ മാറ്റവും അമ്മയോടുള്ള പെരുമാറ്റവും തന്നോടുള്ള പെരുമാറ്റവും എല്ലാം കൂടി എന്ത് ചെയ്യണമെന്ന് ദേവിക്കും ഒരെത്തും പിടിയും കിട്ടുന്നില്ല. ദേവി ആകെ തകർന്ന് റൂമിൽ ഇരിക്കുകയാണ്. വീണ്ടും ഗോമതിയുടെ മനസ്സിലേക്ക് ആനന്ദിൻ്റെ ആ വാക്കുകളാണ് പറയുന്നത്. എന്നിട്ട് ഗോമതി മാറിയിരുന്ന് കരയുക. പെട്ടെന്നാണ് നമ്മുടെ ഇന്ദിരാമ്മ കൃഷ്ണമംഗലത്ത് വേലിക്കരികിൽ നിന്ന് ഗോമതിയെ ശ്രദ്ധിക്കുന്നത്. പെട്ടെന്ന് കൃഷ്ണമംഗലത്ത് ആരുടെ ശ്രദ്ധയും കിട്ടാത്ത വിധത്തിൽ പക്ഷികൾക്കൊക്കെ തീറ്റ കൊടുക്കുന്ന രീതിയിലാണ് കേട്ടോ നമ്മുടെ ഇന്ദിരാമ്മ നിൽക്കുന്നത്. എന്നിട്ട് ഗോമതിയെ കൈ കാണിക്കുക. അപ്പോൾ ഗോമതിയുടെ ശ്രദ്ധയിൽ അമ്മ നിൽക്കുന്നത് പെടുമ്പം അമ്മയുടെ അടുത്തേക്ക് ചെല്ലുവാണ് കേട്ടോ. എന്താ കാര്യം എന്ന് അപ്പം ഇന്ദിരാമ്മ ചോദിക്കുക. ഞാൻ അങ്ങോട്ട് വരട്ടെ എന്ന് ചോദിക്കുക. അപ്പോഴത്തേക്കും നമ്മുടെ ഗോമതി പറയും, അയ്യോ വേണ്ട എന്ന് പറയാണ് കേട്ടോ. അപ്പം ഇന്ദിരാമ്മ അങ്ങോട്ട് വരാൻ തുടങ്ങുന്നത് കാണുമ്പോഴത്തേക്കും നമ്മുടെ ഗോമതിക്ക് പെട്ടെന്ന് സങ്കടം വരിക. എന്നിട്ട് ഇന്ദിരാമ്മയുടെ അടുത്തേക്ക് ചെല്ലുക. എന്താ മോളെ, എന്തിനാ മോള് കരഞ്ഞേ എന്ന് ചോദിക്കുക. ഒന്നുമില്ലമ്മേ, ഞാൻ ഓരോ സങ്കടങ്ങൾ ഓർത്ത് കരഞ്ഞതാ. അങ്ങനെയല്ല, നീ കരയുന്നത് ഞാൻ കണ്ടു. എന്താ മോളെ, നീ അങ്ങനെ പെട്ടെന്നൊന്നും കരയുന്ന ആളല്ലല്ലോ. നീ കരയണമെങ്കിലേ അത്രയ്ക്ക് വലിയ എന്തോ അവിടെ സംഭവിച്ചിട്ടുണ്ട്. എന്തിനാ നീ കരഞ്ഞേ? എന്ത് ദുഃഖം ഉണ്ടെങ്കിലും അമ്മയോട് പറയാലോ. എന്താ കാര്യം ഗോമതി, നീ കാര്യം എന്താണെന്ന് പറ എന്നും പറഞ്ഞ് ഇന്ദിരാമ്മ വീണ്ടും നിർബന്ധിക്കുവാണേ. അപ്പോൾ ഇന്ദിരാമ്മയുടെ മുന്നിൽ നിന്ന് ഗോമതി പൊട്ടി കരയുക. മോളെ ഗോമതി, നീ എന്തിനാ ഇങ്ങനെ തളരുന്നത്? എന്തു പറ്റിയടി? നീ എന്തിനാ കരയുന്നേ എന്ന് വീണ്ടും ചോദിക്കാം. അപ്പോൾ ഗോമതി പറയും, പോയമ്മേ, എല്ലാം പോയി. എന്തു പോയിന്ന്? എല്ലാം പോയമ്മേ, എൻ്റെ കുടുംബം, സന്തോഷങ്ങൾ എല്ലാം പോയി. ഗോമതി, നീ എന്താന്ന് വെച്ചാൽ തെളിച്ച് പറ. ഇങ്ങനെ പറഞ്ഞാൽ എനിക്ക് എന്താ മനസ്സിലാക്കാൻ പറ്റുക? കുഞ്ഞിനെ ലാളിക്കാൻ ഞങ്ങൾക്ക് ഭാഗ്യമില്ലാതെ പോയമ്മേ എന്ന് പറയുക. ഉയ്യോ ഈശ്വര, ഗോമതി നീ എന്താ ഈ പറയുന്നേ എന്ന് ഇന്ദിരാമ്മ അപ്പോൾ ചോദിക്കുക. അമ്മേ, ഞങ്ങളുടെ കുഞ്ഞിനെ നഷ്ടപ്പെട്ടമ്മേ എന്ന് പറയുക.
എൻ്റെ ഭഗവാനെ എന്ന് പറഞ്ഞ് ഇന്ദിരാമയാണ് ഞെട്ടി നിൽക്കുകയാണ് കേട്ടോ. എന്താ മോളെ സംഭവിച്ചത്? ഈ സമയത്ത് നല്ല ശ്രദ്ധ വേണമെന്ന് ഞാൻ നിന്നോട് പറഞ്ഞതല്ലേ? ദേവി മോളെ ഒറ്റയ്ക്കിരുത്താൻ പോലും പാടില്ലായിരുന്നല്ലോ. നീ നന്നായിട്ട് ശ്രദ്ധിക്കുമെന്നും എനിക്കറിയാം. പിന്നെ എന്താ സംഭവിച്ചത് എന്ന് വീണ്ടും വീണ്ടും ഇന്ദിരാമ ചോദിക്കുക. നീ കാര്യം പറയുന്നുണ്ടോ ഗോമതി, ഇങ്ങനെ മിണ്ടാതെ നിൽക്കാതെ എന്ന് ഗോമതിയോട് പറയാണ്. ഇത് ആരുടെ കയ്യിൽ നിന്നും വന്ന പിഴിവാ? ദേവി ശ്രദ്ധിക്കാത്തത് കൊണ്ടാണോ? ദേവി വല്ലയിടത്ത് വീണതാണോ? ദേവിമോളുടെ ഭാഗത്ത് ഒരു തെറ്റുമില്ല. അവൾ ഒരു തെറ്റും ചെയ്തിട്ടില്ല. അവള് കുഞ്ഞിനെ നല്ലവണ്ണം ശ്രദ്ധിച്ചിരുന്നതാ. പക്ഷേ കുഞ്ഞിനെ നഷ്ടപ്പെടുത്തിയത് അവനാ, ആ നീച ജന്മം എന്ന് പറയാ. നീ ഇത് ആരുടെ കാര്യമാണ് ഗോമതി പറയുന്നത്? ആനന്ദോ? ആനന്ദ് സ്വന്തം കുഞ്ഞിനെ ഇല്ലാതാക്കാൻ ശ്രമിച്ചെന്നോ? നീ എന്തൊക്കെയാ പറയുന്നേ? എന്തൊക്കെയാ ദേവമംഗലത്ത് നടക്കുന്നേ എന്ന് ചോദിക്കുക. ആനന്ദ് ഒരിക്കലും അങ്ങനെ ചെയ്യില്ലെന്ന് അമ്മയ്ക്ക് അറിയില്ലേ? ആനന്ദിന് ആ കുഞ്ഞെന്ന് വെച്ച ഭ്രാന്തായിരുന്നു. ആ കുഞ്ഞിനെ നഷ്ടപ്പെട്ട ആനന്ദ് അവിടെ വിഭ്രാന്തി ബാധിച്ച പോലെ നടക്കുന്നുണ്ട്. ബന്ധങ്ങളുടെ വില പോലും മനസ്സിലാക്കാൻ കഴിയാതെ കണ്ണിൽ മുഴുവനും ഇരുട്ട് ബാധിച്ച്. അതുകൊണ്ട് ആനന്ദിനെ പറ്റി ഇങ്ങനൊന്നും പറയരുതമ്മേ. ഇത് അവനാ, ആ അലോക്. അലോകോ? നീ എന്താ ഈ പറയുന്നേ? അലോക് ഇങ്ങനെ അവിടെ എത്തി എന്ന് ചോദിക്കാം. നമ്മെ ഇതിനിടയിൽ നമ്മൾ ആരും അറിയാതെ പോയ ചില സംഭവങ്ങൾ നടന്നമ്മേ എന്ന് പറയാം. നീ ഒന്ന് തെളിച്ചു പറയുന്നുണ്ടോ ഗോമതി? എൻ്റെ പേരക്കുഞ്ഞിനെ നഷ്ടപ്പെടുത്തിയത് ആ നശിച്ചവനാണോ എന്ന് അപ്പോൾ ഇന്ദിരാമ്മ ചോദിക്കുക. അതെ അമ്മേ, അവനാ. നമ്മുടെ അനുക്കുട്ടിയും അലോകും തമ്മിൽ ചെറിയൊരു അടുപ്പം ഉണ്ടായിരുന്നമ്മേ. നമ്മൾ ആരും ഇതറിയാതെ പോയി. അനുവിനെ കാണാൻ അവളുടെ മുറിയിൽ അലോക് കയറി. പെട്ടെന്ന് അവിടുന്ന് ബഹളം കേട്ട് മീനാക്ഷി പോയി നോക്കിയപ്പം അലോക ആണെന്ന് അവൾക്കും മനസ്സിലായില്ല. കള്ളനാനെ കരുതി അവൾ ബഹളം വെച്ചു. അതിനിടയിൽ ദേവിമോളും ഞങ്ങളും എല്ലാവരും അങ്ങോട്ട് ചെന്നു. രക്ഷപ്പെടുന്നതിനിടയിൽ അലോക് ദേവിമോളുടെ വയറിനിട്ട് ചവിട്ടിയ അവൾ വീണത്. അങ്ങനെയാ രക്തം വന്ന് കുഞ്ഞ് നഷ്ടപ്പെട്ടതമ്മേ എന്ന് പറയാം. എൻ്റെ ഈശ്വരന്മാരെ, ഞാൻ എന്തൊക്കെയാ കേൾക്കുന്നത്? ഇവനിത് എങ്ങോട്ടാ വളർന്നു വളർന്നു പോകുന്നത്? അച്ഛന്മാരെക്കാളും വലിയ പകയും വൈരാഗ്യവും മനസ്സിൽ വെച്ചുകൊണ്ടാണല്ലോ ഈ നാശം പിടിച്ചവൻ്റെ വളർച്ച. ആദ്യം നിന്നെ അവൻ കൊല്ലാൻ നോക്കി, ഇപ്പം ദേ എൻ്റെ പേരക്കുട്ടിയും അവൻ നഷ്ടപ്പെടുത്തിയിരിക്കുന്നു. ഇനി അവനെ സമാധാനത്തോടെ ഞാൻ കൃഷ്ണമംഗലത്ത് വെച്ച് പൊറപ്പിക്കില്ല എന്നും പറഞ്ഞ് ദേഷ്യപ്പെട്ടുകൊണ്ട് ഇന്ദിരാമ്മ അങ്ങോട്ട് ചെല്ലാൻ തുടങ്ങുമ്പം ഗോമതി തടയും. അമ്മേ പ്ലീസ് അമ്മേ, അമ്മ ഒരു പ്രശ്നവും ഉണ്ടാക്കരുത്. ഇക്കാര്യം കൃഷ്ണമംഗലത്ത് ആരും അറിയാൻ പാടില്ലമ്മേ. നീ എന്താ ഗോമതി ഈ പറയുന്നേ? ഇത്രയും വലിയ തെറ്റ് ചെയ്തിട്ട് അവൻ അവിടെ സമാധാനത്തോടെ കഴിയാൻ സമ്മതിക്കണം എന്നാണോ നീ പറഞ്ഞു വരുന്നത്? അതല്ലമ്മേ, ഇക്കാര്യം എൻ്റെ ഏട്ടന്മാർ അറിഞ്ഞു കഴിഞ്ഞാലത്തെ സ്ഥിതി അമ്മയൊന്ന് ആലോചിച്ച് നോക്കിക്കേ. ബാലേട്ടനെതിരെ പ്രവർത്തിക്കാൻ അവർക്ക് കിട്ടിയ ഒരു ആയുധമാക്കി ഇതവർ മാറ്റും. അനുവിൻ്റെ മുറിയിൽ അലോക് എന്തിന് കയറി എന്നൊരു ചോദ്യം വരും. അവളുടെ സ്വഭാവശുദ്ധിയെ തന്നെ ചോദ്യം ചെയ്യപ്പെടുന്ന ഒരു അവസ്ഥയിലേക്ക് വരും അമ്മേ. അമ്മ ഒന്ന് മനസ്സിലാക്കി ചിന്തിക്കുക എന്ന് പറയാം. ഈ നാട്ടുകാർ ഈ കാര്യങ്ങളൊക്കെ അറിഞ്ഞു കഴിഞ്ഞാലത്തെ അവസ്ഥയൊന്ന് ആലോചിച്ച് നോക്കിക്കേ. ഞാനും ബാലേട്ടനും പിന്നെ ജീവിച്ചിരുന്നിട്ട് കാര്യമുണ്ടോ? ഞങ്ങൾ ഒരു മുഴം കയറി പിന്നെ ജീവിതം അങ്ങ് അവസാനിപ്പിച്ചാൽ മതിയല്ലോ. എൻ്റെ അനുവിൻ്റെ ജീവിതം എന്തായി തീരുവമ്മേ? നല്ലൊരു കല്യാണാലോചന വരുമോ? ദയവ് ചെയ്ത് കൃഷ്ണമംഗലത്ത് പോയി അമ്മ ഒരു ബഹളം വെക്കരുത്. ഇതറിഞ്ഞതായിട്ട് പോലും ഭാവിക്കരുത് എന്ന് പറയാണ് കേട്ടോ. ഇത് കേൾക്കുമ്പോഴത്തേക്കും ഇന്ദിരാമയും ഗോമതി പറഞ്ഞ കാര്യങ്ങളെപ്പറ്റിയൊക്കെ ചിന്തിക്കുകയാണ്. എങ്കിലും ഇന്ദിരാമയ്ക്ക് അലോകിനോടുള്ള ദേഷ്യം നിയന്ത്രിക്കാനായിട്ട് സാധിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ വീട്ടിലേക്ക് കയറി ചെല്ലുമ്പോൾ തന്നെ അവിടെ കാണുന്ന അലോകനിട്ട് കവള് നോക്കി ഒരടി കൊടുക്കുക. അപ്പം അലോകാണെങ്കിൽ അച്ചമ്മ എന്തിനാ തന്നെ തല്ലിയത് എന്നുള്ള രീതിയിൽ നിൽക്കുക. നിനക്ക് മനസ്സിലായോടാ ഈ തല്ല് ഞാൻ എന്തിനാ തന്നതെന്ന്? അപ്പോൾ ഈ ബഹളം കേട്ടുകൊണ്ട് അച്യുതനും അനന്തനും അതുപോലെ രാജശ്രീ നന്ദിനിയൊക്കെ വരികയാണ്. അമ്മ അമ്മ എന്ത് പ്രാന്തായി കാണിക്കുന്നേ? അമ്മ എന്തിനാ വെറുതെ നിന്ന് ചെറുക്കനെ തല്ലിയത് എന്ന് അനന്തൻ ചോദിക്കുക. വെറുതെ നിന്ന് ചെറുക്കനോ? ഇന്ന് തീരും നാളെ തീരും, രണ്ട് കുടുംബങ്ങളും തമ്മിലുള്ള പക എന്നും ഓർത്ത് എങ്ങനെയെങ്കിലും സമാധാനത്തോടെ ഒന്ന് കണ്ണടയ്ക്കണമെന്ന് ആഗ്രഹിച്ച് ജീവിക്കുന്നവളാണ് ഈ ഞാൻ. പക്ഷെ ഓരോ നിമിഷവും ആ ദേവമംഗലത്തുള്ളവർ എത്ര സമാധാനത്തോടെ പോയാലും ഇവിടെയുള്ളവർ അവർക്ക് സമാധാനം കൊടുക്കില്ലല്ലോ. അവരെങ്ങനെയൊക്കെ ദ്രോഹിക്കണമെന്ന് ചിന്തിച്ചാണല്ലോ ഇവിടെയുള്ളവരുടെ നടപ്പ് എന്ന് പറയാം. അമ്മ എന്താന്ന് വെച്ചാൽ വ്യക്തമായിട്ട് പറയണം. അല്ലാതെ ഇങ്ങനെ അറ്റവും മുറിയും പറഞ്ഞാൽ ഞങ്ങൾ എന്ത് മനസ്സിലാക്കാനാ? എന്തു മനസ്സിലാക്കാൻ? ഈ നാശം പിടിച്ചവൻ പോയി ഒരു കൊലപാതകമായിട്ടാണ് ഇവിടെ നിൽക്കുന്നത്. ഇവനെയൊക്കെ എന്ത് ചെയ്യണമെന്ന് എനിക്ക് അറിയത്തില്ല എന്നും പറഞ്ഞ് ഇന്ദിരാമ അകത്തോട്ട് കയറിപ്പോവുക. അപ്പോൾ അനന്തം വന്ന് അലോകൻ്റെ അടുത്തേക്ക് ചെല്ലും. എന്നിട്ട് ചോദിക്കും, നിന്നെ എന്തിനാടാ അമ്മ തല്ലിയത് എന്ന് ചോദിക്കുക. അത് അച്ചമ്മയ്ക്ക് പ്രായമായി വരുമ്പോൾ എന്നോടിപ്പം തീരെ സ്നേഹം തോന്നുന്നില്ല. ഇടയ്ക്കിടയ്ക്ക് എന്നെ തല്ലുന്നത് ഇപ്പം അച്ചമ്മയ്ക്കൊരു രസമാണ്. അങ്ങനെ വെറുതെ ആരും തല്ലുന്ന ആളൊന്നും അല്ല അമ്മ. അതുകൊണ്ട് ഒരു കാര്യമില്ലാതെ തല്ലിയതെന്ന് പറഞ്ഞാൽ അത്ര വിശ്വസിക്കാൻ മാത്രം മണ്ടനും അല്ല ഞാൻ. നീയാ ഓരോ തവണ ആ ദേവമംഗലത്ത് പോയി പ്രശ്നം ഉണ്ടാക്കുന്നത്. ഞങ്ങളൊക്കെ
അടങ്ങി നിന്നാലും നീ അങ്ങോട്ട് കയറിപ്പോയി അവർക്ക് ഓരോ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നത്. ഇതും ദേവമംഗലമായിട്ടുള്ള എന്തോ പ്രശ്നമാണെന്നൊക്കെ മനസ്സിലായി. സത്യം പറയുന്നുണ്ടോ എന്ന് അനന്തൻ ചോദിക്കുകയാണ് കേട്ടോ. അത് കേൾക്കുന്ന രാജശ്രീ പറയും, അനന്തേട്ടൻ എന്തിനാ അവനെ ചോദ്യം ചെയ്യുന്നത്? അമ്മയ്ക്ക് പ്രായമാകും തോറും ദേവമംഗലത്തുകാരുടെ സ്നേഹം മൂത്ത് ഇവിടെയുള്ളവരെ ഉപദ്രവിക്കുന്ന രീതിയിലേക്ക് മാറിയിരിക്കുന്നത് അവൻ പറഞ്ഞ പോലെ. അല്ലാതെ എൻ്റെ മോൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്ന് പറയാം. ഒരു തെറ്റും ചെയ്യാതെ അമ്മ ഇത്രയും പറയലെന്ന് ഞങ്ങളുടെ അമ്മയെ ഞങ്ങൾക്കും അറിയാം. അതുകൊണ്ട് നീ കാര്യം പറ അലോകെ എന്ന് അനന്തൻ ശബ്ദം ഉയർത്തി പറയാണ് കേട്ടോ. ഇത് കേൾക്കുമ്പം അച്യുതനും പറയും, നീ ഇങ്ങനെ നിൽക്കാതെ കാര്യം പറഞ്ഞാലേ ഞങ്ങൾക്ക് മനസ്സിലാകുള്ളൂ. എന്താ നീ ചെയ്തേ എന്ന് ചോദിക്കുക. ഒന്നുമില്ല അച്ഛാ, ഞാൻ ഒരു പ്രശ്നമില്ല, ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല എന്ന് പറയുകയാണേ. അതേസമയം തന്നെയാണ് സുകന്യ കൃഷ്ണമംഗലത്തേക്ക് കയറി വരുന്നത്. അപ്പോൾ എല്ലാവരും കൂടി സംസാരിച്ച് നിൽക്കുന്ന കാണുമ്പം സുകന്യ അടുത്തേക്ക് ചെന്ന് രാജശ്രീയോട് ചോദിക്കും, എന്താ ചേച്ചി, എന്താ അനന്തേട്ടാ, എന്താ ഇവിടെ ഒരു പ്രശ്നവും തർക്കമൊക്കെ നടക്കും പോലെ, നിങ്ങൾ എന്താ ഇവിടെ സംസാരിച്ച് നിൽക്കുന്നത് എന്ന് സുകന്യ ചോദിക്കുകയാണ് കേട്ടോ. അപ്പം ആനന്ദം പറയും, ഒരു ചില കാര്യങ്ങളൊക്കെ തിരക്കുമായിരുന്നു. അല്ല സുകന്യെ, എന്തായിരുന്നു ഏട്ടാ, എന്തേലും കാര്യം അറിയാനുണ്ടോ? ദേവമംഗലത്തെ പ്രശ്നങ്ങളൊക്കെ തീർന്നോ എന്ന് ആനന്ദൻ അങ്ങ് ചോദിക്കും, എല്ലാം അറിഞ്ഞ രീതിയിൽ. അപ്പം സുകന്യാണെങ്കിൽ എന്തു പറയണമെന്നറിയാതെ നിൽക്കുക. അലോക് എല്ലാം പറഞ്ഞു സുകന്യ എന്ന് സുകന്യയോട് അറിഞ്ഞ രീതി തന്നെ ആനന്ദൻ സംസാരിക്കുകയാണ് കേട്ടോ. അത് കേൾക്കുമ്പോൾ രാജശ്രീയും അലോകും പരസ്പരം നോക്കുവാണേ. അപ്പം പെട്ടെന്ന് സുകന്യ രാജശ്രീ നോക്കുക. അപ്പം രാജശ്രീ ആണെങ്കിൽ എന്ത് പറയണമെന്നറിയാതെ നിൽക്കുക. രാജശ്രീയുടെ നിൽപ്പും ഭാവമൊക്കെ കാണുമ്പം ഒരുപാട് കാര്യങ്ങളൊന്നും ഇവിടെ അറിഞ്ഞിട്ടില്ല എന്ന് സുകന്യയ്ക്ക് ബോധ്യപ്പെടുക. അതുകൊണ്ട് തന്നെ അലോകിനെ സേഫ് ആക്കിയിട്ടുള്ള രീതിയിലാണ് സുകന്യ പറയുന്നത്. അത് പിന്നെ അനന്തേട്ട, നിങ്ങളൊക്കെ അറിഞ്ഞ സ്ഥിതിക്ക് ഞാനിനി എന്തിനാ മറച്ചു വെക്കുന്നത്? അലോകിന് അങ്ങനെ ഒരു തെറ്റ് പറ്റിപ്പോയി. തെറ്റെന്നൊന്നും പറയാൻ പറ്റില്ല, അനുവിൻ്റെ ഭാഗത്താ കൂടുതൽ തെറ്റ്. ഇവൻ ആ വീട്ടിൽ കയറി വന്ന് രക്ഷപ്പെടുന്നതിനിടയിൽ ആ ദേവിയെ പിടിച്ച് ഒരു ചവിട്ടങ്ങ് ചവിട്ടി. അല്ല, നമ്മൾ ആരാണേലും അങ്ങനെ ഒരു തെറ്റ് ചെയ്തു പോകും. സ്വയം രക്ഷയാണല്ലോ ഏതൊരു സാഹചര്യത്തിലും നമ്മൾ നോക്കുള്ളൂ. മനുഷ്യരുടെ ഒരു സ്വഭാവം അങ്ങനെയാണല്ലോ. ദേവി ഗർഭിണിയാണെന്നൊന്നും ഇവൻ ആ സമയം ചിന്തിച്ച് കാണില്ല. പക്ഷേ ഗർഭിണിയായ ഒരു സ്ത്രീക്ക് ഒരു ചവിട്ട് തന്നെ ധാരാളമല്ലേ അനന്തേട്ട? ആ ഒരു ചവിട്ട് തന്നെ അവൾ കുഴഞ്ഞു വീണു, ബ്ലീഡിംഗ് ആയി. അവിടെ മുഴുവനും രക്തമായിരുന്നേ. അവളെ എടുത്തുകൊണ്ട് ഗോമതി ചേച്ചി മീനും കൂടി ആശുപത്രിയിലേക്കും പോയി. അവിടെ ചെന്നപ്പോഴേ അറിയുന്നത് കുഞ്ഞു പോയത്രേ എന്ന് സുകന്യ ലാഘവത്തോടെ അങ്ങ് പറയാൻ കേട്ടോ. ഇത് കേൾക്കുമ്പം അനന്തരം നന്ദിനി ഞെട്ടി നിൽക്കുക. എന്ത്, ആ ദേവിയുടെ കുഞ്ഞു പോയെന്നോ? അതിനർത്ഥം നീ കാരണമാണോ ആ കുഞ്ഞിനെ നഷ്ടപ്പെട്ടത്? എന്തൊക്കെ പ്രവൃത്തികളാടാ നീ ചെയ്തു കൂട്ടുന്നത്? ഈ പാപമൊക്കെ നീ എവിടെ പോയി തീർക്കാനാ? അപ്പം പെട്ടെന്ന് അലോക് ചോദിക്കും, അപ്പോൾ ഇപ്പം വെല്ലിച്ചന് അവരോട് ദേഷ്യമൊന്നും ഇല്ലല്ലേ? എനിക്ക് അവരുടെ ദേഷ്യവും ശത്രുതയും ഒക്കെ ഉണ്ട്, അതിനൊരു കുറവും വന്നിട്ടില്ല എന്നും കരുതി ഈ രീതിയിലുള്ള നീച പ്രവൃത്തിയൊന്നും ചെയ്യാനും ഞാൻ പോയിട്ടില്ല. ഞാനിട്ടത് ആരോടും അനുവദിച്ച് തരത്തുമില്ല എന്ന് അനന്ത പറയാണ് കേട്ടോ. അപ്പം രാജശ്രീ പറയും, പോട്ടെ അനന്തേട്ട, അവനൊരു തെറ്റു പറ്റിപ്പോയി. സുകന്യ പറഞ്ഞ പോലെ മനഃപൂർവ്വം ചെയ്തതൊന്നും അല്ലല്ലോ. അവൻ സ്വയം രക്ഷപ്പെടാൻ വേണ്ടിയിട്ടല്ലേ അങ്ങനെ ചെയ്തത്. ഇതൊക്കെ ഞങ്ങളും ഇപ്പോഴും അറിയുന്ന അനന്തേട്ട എന്ന് പറയാം. എല്ലാം ഇങ്ങനെ നിസ്സാരവൽക്കരിച്ച് കാണുന്നത് കൊണ്ടാണ് ഇവനിങ്ങനെ തെറ്റുകൾ വീണ്ടും വീണ്ടും ചെയ്യുന്നത്. എന്തായാലും ഇതിങ്ങനെ കണ്ണടച്ച് വിടാൻ എനിക്ക് സാധിക്കില്ല എന്നും പറഞ്ഞ് അനന്തൻ നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ അനന്തനെ എങ്ങനെയെങ്കിലും അനുനയിപ്പിക്കാൻ വേണ്ടി അച്യുതനെ രാജശ്രീയും കൂടി ശ്രമിച്ചുകൊണ്ടും ഇരിക്കുക. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ എപ്പിസോഡിൻ്റെ വിശേഷങ്ങൾ. വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, ലൈക്ക് ചെയ്യാനും മറക്കരുത്.